നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. എല്ലാവരും ഫിഗർ 3.8 ഒന്ന് കൺസിഡർ ചെയ്യാം. While considering figure 3.8, we can notice that there are few turns of finely insulated copper wire that are wounded at each end of soft iron core, approximately 500 turns. The ends of one of the insulated copper wire are connected to a cell and a switch. The insulated copper wire which is wounded on the other end of the soft iron rod is connected to a bulb. ഇപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. അതിൻ്റെ രണ്ട് എൻഡ്സിൽ രണ്ട് കോയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ഇൻസുലേറ്റഡ് കോയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, വൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഇൻസുലേറ്റഡ് കോയിലിൻ്റെ രണ്ട് എൻഡ്സ് ബാറ്ററിയോടും സ്വിച്ചുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഉള്ള ബാക്കിയുള്ള കോയിലിൻ്റെ രണ്ട് എൻഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബൾബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫിഗർ 3.8 പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ടേൺ ഓൺ ആൻഡ് ഓഫ് ദി സ്വിച്ച് കണ്ടിന്യൂസ്ലി, വാട്ട് ഡു യു ഒബ്സർവ്? സ്വിച്ച് എന്ത് ചെയ്യുക, ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്വിച്ച് ഓൺ ചെയ്യുമ്പം എന്ത് ചെയ്യും, ആ കോയിൽ എന്ത് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡിഫ്ലക്ഷൻ, അതായത് പെട്ടെന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും അവിടെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ. അപ്പോൾ അതുമൂലം ആ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ കൊണ്ട് എന്ത് ചെയ്യും, ആ സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിൽ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ മുകളിൽ പ്രൊഡ്യൂസ് EMF എന്ത് ചെയ്യും, സെക്കൻഡറി കോയിലേക്ക് മൂവ് ചെയ്യും. അതോടുകൂടി ബൾബ് എന്ത് ചെയ്യും, ഒന്ന് ഗ്ലോ ചെയ്യും. ആ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലേക്ക് മാത്രം എന്ത് ചെയ്യും, ഗ്ലോ ചെയ്യും. ഡിഫ്ലക്ഷൻ ഓൺ ആക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ട്, ഓഫ് ആക്കുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ട്. അപ്പോൾ ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ എന്ത് ചെയ്യും, ബൾബ് ഗ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇഫ് ദ സ്വിച്ച് ഈസ് ക്യാപ്റ്റ് ഇൻ ദി വൺ പൊസിഷൻ, വാട്ട് ഡു യു ഒബ്സർവ്? ഒരേ പൊസിഷനിൽ വെച്ച് വെച്ചോ. അപ്പോൾ ഓൺ ആക്കുമ്പോൾ നമുക്കറിയാം കത്തും, എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യും, ഓഫ് ആവും അല്ലേ. ഓൺ ആക്കി വെച്ചാലോ അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് ഉണ്ടോ, ഇല്ലല്ലേ. ഇപ്പം എന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ആയിട്ട് കത്തി നിൽക്കില്ല. ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ്, അതായത് ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് മാത്രമേ എന്ത് ഫോം ചെയ്യുന്നുള്ളൂ, അവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഫോംഡ് അറൗണ്ട് സോഫ്റ്റ് അയൺ കോർ വെൻ കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദി കോയിൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൺ വാട്ട് ഒക്കേഷൻ ഡു ദി ഫ്ലക്സ് ചേഞ്ച്? ഇപ്പോൾ എപ്പോഴാണ് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ ഒന്ന് ഓൺ ആക്കുമ്പോഴും ഒന്ന് ഓഫ് ആക്കുമ്പോഴും. പിന്നെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റൻസ് ഉണ്ടോ നമ്മളൊന്ന് ചെയ്യാം, ഒന്ന് ആലോചിക്കുക. വാട്ട് ആർ ദി ഒക്കേഷൻസ് വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദി സെക്കൻഡ് കോയിൽ? ഇപ്പോൾ വെൻ എവർ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് ദി ഫസ്റ്റ് കോയിൽ, അതായത് ബാറ്ററി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോയിലിൽ എപ്പോഴെങ്കിലും ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരികയാണെങ്കിൽ സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെന്ത് ആ ബൾബ് ഗ്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഓൺ വാട്ട് ഒക്കേഷൻസ് ഡു ദി ഫ്ലക്സ് ചേഞ്ച്. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസസ് നേരത്തെ പറഞ്ഞ് ഓൺ ആക്കിയാലും ഓഫ് ആക്കിയാലും ആര് ചേഞ്ച് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുക, വെൻ ഇൻസ്റ്റെഡ് ഓഫ് DC സോഴ്സ്, ഇപ്പോൾ DC സോഴ്സിന് പകരം നമ്മളൊരു AC സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ, അത് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു DC സോഴ്സിന് പകരം AC സോഴ്സ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് ചേഞ്ച് ചെയ്യുന്ന AC സോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിലൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലേ. ആ ഡിഫ്ലക്ഷൻ പോലെ എന്ത് ചെയ്യും, സോഫ്റ്റ് അയൺ കോറിന് പോലെ ആര് ഫോം ചെയ്യും, EMF ഫോം ചെയ്യും. ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദി സെക്കൻഡറി കോയിൽ ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി കണ്ടിന്യൂസ് ഗ്ലോയിങ് ഓഫ് ബൾബ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഗ്ലോ ചെയ്യും. ദെൻ AC യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഈ കോയിൽ നമ്മൾ ഡിസ്റ്റിങ്ക്വിഷൻ എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ദ വൺ വിച്ച് വി പ്രൊവൈഡ് കറണ്ട് ഈസ് കോൾഡ് പ്രൈമറി കോയിൽ, ദ വൺ വിച്ച് വി നോട്ട് ഈസ് കോൾഡ് എന്ത്, സെക്കൻഡറി കോയിൽ. കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോയിലിന് നമ്മൾ എന്ത് പറയുക, പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. അല്ലാത്ത കോയിൽ അതിനാണ് എന്ത് പറയുന്നത്, സെക്കൻഡറി കോയിൽ. ബാക്കിയുള്ള കോയിലാണെന്ത്, സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത്.
If AC is given to the primary coil instead of DC, EMF will be continuously induced in the secondary coil. Okay, when an AC passes through the primary, a varying magnetic field is formed in the soft iron core. Okay, അപ്പോൾ നമ്മൾ ഈ ഫിനോമിനൻ വേർഡ്സ് പറയുകയാണെങ്കിൽ while considering two coils of wire kept side by side, when the strength or direction of the current in one of the coil changes, that is in the primary coil, the magnetic flux around it changes. As a result, an EMF is induced in the secondary coil. This phenomenon of producing EMF in the secondary coil as a result of the flux change in primary coil is called mutual induction. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ the flux change in the primary coil results in the production of EMF in the secondary coil. പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ സെക്കൻഡറിയിൽ ആര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? EMF പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഫിനോമിനയാണെന്ന് പറയുക മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇറ്റ് ഈസ് ഫിനോമിന ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് ഡിവൈസസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഒന്ന് പഠിക്കാനുണ്ട്. എന്ത് ചെയ്യുക, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഫർദറായിട്ട് മൂവ് ചെയ്യുക.